ഒമാനിൽ കൂടുതൽ തൊഴിൽ മേഖലകളിൽ സ്വദേശിവത്കരണം നടപ്പിലാക്കുന്നു. 30 വിഭാഗങ്ങളിൽ കൂടി പ്രവാസി തൊഴിലാളികൾക്ക് വിലക്കേർപ്പെടുത്താൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചു. നേരത്തെ ഏർപ്പെടുത്തിയ വിസ വിലക്കുകൾ മൂലം മലയാളികളടക്കം ആയിരങ്ങൾക്ക് ജോലി നഷ്ടമായിരുന്നു. ഒമാനിൽ നിലവിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ നൂറുകണക്കിന് തസ്തികകളിൽ പ്രവാസികൾക്ക് തൊഴിൽ വിലക്കുണ്ട്. ഈ വിഭാഗങ്ങളിലൊന്നും പ്രവാസികൾക്ക് വിസ അനുവദിക്കുന്നില്ല. ഇതിന് പിന്നാലെയാണ് 30 വിഭാഗങ്ങളിൽ കൂടി പ്രവാസി തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചത്. പുതിയതായി തൊഴിൽ വിലക്ക് വരുന്ന വിഭാഗങ്ങളെക്കുറിച്ച് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും അധികൃതരുടെ തീരുമാനം. സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത കമ്പനികളുടെ തൊഴിൽ പെർമിറ്റ് നിരക്ക് ഉയർത്തുന്നത് പരിശോധിക്കാനും മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള മാർഗരേഖ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ജനം, മസ്കറ്റ്.